നമസ്കാരം. കൊല്ലത്തെ മത്സരം പ്രതിച്ഛായകൾ തമ്മിൽ രാഷ്ട്രീയ സാഹചര്യം എന്തുമാകട്ടെ, KN പ്രേമചന്ദ്രൻ ഒരു പറ്റിയ എതിരാളി വേണമെന്നായിരുന്നു കൊല്ലത്തെ ഇടത് മുന്നണിയുടെ മുന്നിലെ വെല്ലുവിളി. മുന്നണി വിട്ടുപോയ RSPയോട് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണ കണക്ക് തീർത്തു കഴിഞ്ഞു. എന്നാൽ കൊല്ലം ലോക്സഭാ സീറ്റിലെ കണക്ക് ബാക്കിയാണ്. പ്രേമചന്ദ്രന് മുന്നിൽ 2014 CPM പോളിറ്റ് ബ്യൂറോ അംഗവും അന്നത്തെ മന്ത്രിയുമായ MA ബേബിയും 2019 മുൻ ജില്ലാ സെക്രട്ടറിയും ഇപ്പോഴത്തെ മന്ത്രിയുമായ KN ബാലഗോപാലും അടിയറവ് പറഞ്ഞതാണ്. അന്വേഷണം ചെന്നെത്തിയത് കൊല്ലത്തെ സിറ്റിംഗ് MLA ആയ മുകേഷിലാണ്. നടൻ, TV അവതാരകൻ, പ്രഭാഷകൻ, ജനപ്രതിനിധി എന്നീ നിലയിൽ പ്രതിച്ഛായ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റ്. അങ്ങനെ MPയും MLAയും തമ്മിലുള്ള പോരാട്ടത്തിനാണ് കൊല്ലം കളമൊരുങ്ങിയിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങൾക്കും പ്രിയപ്പെട്ട MP എന്ന നിലയിലുള്ള പ്രതിച്ഛായ പ്രേമചന്ദ്രൻ്റെ മികവ്. മികച്ച പാർലമെൻറ്റേറിയൻ, വികസന നായകൻ, വാഗ്മീകി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളും സ്വന്തം. 361 കോടി ചെലവഴിച്ച് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വികസിപ്പിച്ചത്, കൊല്ലം പുല്ലൂർ ചെങ്കോട്ട പാത വൈദ്യുതിവൽക്കരണം, ദേശീയ പാതകളുടെ വികസനം, MP ഫണ്ട് വിനിയോഗത്തിലുള്ള മികവ് തുടങ്ങിയ നേട്ടങ്ങൾ ഒട്ടേറെ. RSPയുടെ ഹൃദയമെന്നാണ് 2014 ഇടതുമുന്നണി വിടുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന AA അസീസ് കൊല്ലത്തെ വിശേഷിപ്പിച്ചത്. പാർട്ടിയുടെ സമുന്നതനായ നേതാവ് N ശ്രീകണ്ഠൻ നായർ ഇവിടെ നിന്ന് 5 തവണ ജയിച്ചു കയറിയിട്ടുണ്ട്. 1980 ശ്രീകണ്ഠൻ നായരെ തോൽപ്പിച്ച് BK നായരിലൂടെയാണ് കോൺഗ്രസ് ആദ്യമായി സീറ്റ് പിടിക്കുന്നത്. 1984 89 1991 RSP സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് കോൺഗ്രസിലെ S കൃഷ്ണകുമാർ ഹാട്രിക് നേടി. 1996 കൃഷ്ണകുമാറിനെ വീഴ്ത്തിയായിരുന്നു RSPയുടെ NK പ്രേമചന്ദ്രൻ്റെ രംഗപ്രവേശനം. 1998 പ്രേമചന്ദ്രൻ ജയം ആവർത്തിച്ചു. RSP പിളർപ്പിൻ്റെ പേരിൽ 1980 CPM സീറ്റ് പിടിച്ചെടുത്തത്. അന്ന് CPI സ്ഥാനാർത്ഥിയായ P രാജചന്ദ്രൻ ജയിച്ചു. 2004 വിജയിച്ച അദ്ദേഹത്തെ 2009 കോൺഗ്രസിലെ N പീതാംബരക്കുറുമ്പാണ് പിടിച്ചുകെട്ടിയത്. കൊല്ലം സീറ്റ് മടക്കി നൽകണമെന്ന ആവശ്യം CPM നിരാകരിച്ചതാണ് RSP 2014 തൊട്ടുമുമ്പ് ഇടതുമുന്നണി വിട്ടത്. തുടർന്ന് UDFൻ്റെ പാളയത്തിലേക്കെത്തി. ലോക്സഭാ സീറ്റിൽ CPMനെ തറപറ്റിച്ചു. ഇത്തവണ കൊല്ലത്തെ പ്രേമചന്ദ്രൻ്റെ 5ാം ഊഴമാണ്. കൊല്ലം നിയമസഭാ സീറ്റിൽ 2016 21 തിരഞ്ഞെടുക്കപ്പെട്ട പരിചയസമ്പത്തായാണ് മുകേഷ് എത്തുന്നത്. കശുവണ്ടി മേഖലയിൽ 8 വർഷത്തിനു ശേഷം കൂലി വർധനവ് നടപ്പാക്കിയത് ഇത്തവണ ഇടതുമുന്നണി സർക്കാരിൻ്റെ നേട്ടത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും. എന്നാൽ 80% ഫാക്ടറികൾ അടഞ്ഞു കിടക്കുന്നതിൽ പ്രയോജനം ലഭിക്കുന്നത് ആർക്കെന്ന ചോദ്യം ബാക്കിയാവും.